എനിക്ക് ഇന്ന് നിങ്ങളോടൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരു വീട് നിങ്ങൾ വെച്ചു. ഈ വീട് നിങ്ങൾ ഹൗസ് വാമിംഗ് നടത്തുന്നതിന് തൊട്ട് മുൻപ് കേടുപാടുകൾ സംഭവിച്ചാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതെന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഈ കേടുപാടുകൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ കേടുപാടുകൾ വരുത്തുന്നത് നിങ്ങൾ ആ വീടിന് മോടി പിടിപ്പിക്കാൻ ഏൽപ്പിച്ച അല്ലെങ്കിൽ ഭംഗി വരുത്താൻ ഏൽപ്പിച്ച ആ വ്യക്തികളുടെ ഭാഗത്തു നിന്നാണെങ്കിലോ നമുക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് വെച്ച് പിടിപ്പിച്ചൊരു വീടാണ്. അതിനകത്ത് കയറി താമസിക്കുന്നതിന് മുൻപ് തന്നെ അതിനെ നശിപ്പിക്കുക. അങ്ങനൊരു അനുഭവമാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അല്ല കേട്ടോ, എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവമാണ്. ഇത് എൻ്റെ സുഹൃത്തിനുണ്ടായ അനുഭവമാണെന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഏതൊരാൾക്കും നാളെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു ആവാൻ വേണ്ടി ഒരുപാട് പേര് വർക്കുകൾ കൊടുക്കും. പക്ഷേ പല കമ്പനികളും ഉത്തരവാദിത്തോടുകൂടി ചെയ്യും. എന്നാൽ ചില കമ്പനികൾ കാട്ടിക്കൂട്ടി വെച്ച് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വളർന്നു വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് വർക്ക് കൊടുത്തതിൻ്റെ പേരിൽ ഒരു കുടുംബം അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥ, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അവർ ചെയ്തേക്കുന്നൊരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരോട് ഞാൻ സംസാരിച്ചു. അവർക്കുണ്ടായ അവസ്ഥ എന്താണെന്നുള്ള അവർ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് സംശയങ്ങൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു. അതിനവർ എനിക്ക് വ്യക്തമായ മറുപടി തന്നു. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്താണ് അവർ ആ വീഡിയോക്കകത്ത് പറയുന്നുള്ളത്. ഈ വീഡിയോ ആക്ച്വലി 2-3 ആഴ്ച മുൻപ് അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. പക്ഷേ ഈ ഡീപ്പ് ക്ലീനിങ് സർവീസ് ചെയ്യുന്ന ആൾക്കാർ ഉടനെ തന്നെ അത് വന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ആ ഒരു ഉറപ്പിൻ്റെ പേരിൽ ഇവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 2 ആഴ്ച 3 ആഴ്ച പിന്നിട്ടിട്ടും ഒരു അപ്ഡേഷനും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്തത് കൊണ്ടാണ് ആ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ അവർ നിർബന്ധിതയായത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഈ കമ്പനിയുടെ പേര് ഓറ ഫ്രഷ് എന്നാണ്. ഈ ഓറ ഫ്രഷുകാരൻ ഞാൻ ഒരിക്കൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ മുൻവശം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ അവർ പറഞ്ഞ പേയ്മെൻറ്റ് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കുക ചെയ്തത്. എന്നിട്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഒരു 2 പയ്യന്മാർ വരും, അതും ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ടീം തന്നെയാണ്. അവർ വന്ന് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ട് പോകാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഓറ ഫ്രഷ് എന്ന് പറയുന്ന ടീം എന്ന് പറയുന്നത് വലിയ ഒരു സ്റ്റാർട്ടപ്പായിട്ട് വരുന്ന ഒരു ടീമാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്നോടും അവർ വിളിച്ചപ്പോഴേക്കും പറഞ്ഞത്, സാർ ഞങ്ങളിപ്പോൾ തുടക്കക്കാരാണ്, അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തു തരും എന്നൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അനുഭവം കണ്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചു, അന്ന് ഞാൻ വിളിക്കാത്ത ഇത്ര നന്നായി എന്ന് ഞാൻ ചിന്തിച്ചു പോയി. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്താണ് ഈ വീട്ടമ്മയ്ക്ക് പറയാനുള്ളത്. ഈ വീട്ടമ്മ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അവരുടെ പേരൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ പോരെ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവർ എത്ര രൂപയാണ് അവർക്ക് കൊടുത്തതെന്ന്. പൈസയൊക്കെ കൊടുത്തുള്ളതാണ്, അതാണ് രസം. പൈസ കൊടുത്തു. അതിനകത്ത് ഇവരുടെ ഭാഗത്ത് ഒരു പാളിച്ചയുണ്ട്. അതെന്താണെന്ന് കൂടി ഞാൻ പറയാം. ഒരു പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും ഇവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് തോന്നാം. അതിന് മറുപടിയും ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവരുടെയും സ്വപ്നമാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു വീട്. അതുപോലെ ഞങ്ങളൊരു വീട് വെച്ചു. ആ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ 2 ദിവസം മുൻപ് നമ്മൾ വീട് ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഓറ ഫ്രഷ് ക്ലീനിങ് സർവീസിനെ ഏൽപ്പിച്ചു. ട്രിവാൻഡ്രത്തുള്ള കമ്പനിയാണ്. ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വന്നവരുടെ കയ്യിലാണെങ്കിൽ ടൂൾസ് ഒന്നും നമ്മൾ കണ്ടില്ല. ആകെ ഉണ്ടായിരുന്നത് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബേഴ്സ് ഉണ്ടല്ലോ, അതുപോലുള്ള സ്ക്രബ്ബേഴ്സ് മാത്രം. അതും സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ ആയിരുന്നു. അവരുടെ കൂടെ നിൽക്കാനൊന്നും നമുക്ക് സമയമില്ലാത്തതിനാലും വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഫർണിച്ചേഴ്സും കാര്യങ്ങളും വാങ്ങിക്കാനുള്ളത് കൊണ്ട് നമ്മൾ അന്ന് വർക്ക് നോക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. ആ ഒരു പോയിന്റാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഒരു പക്ഷേ നിങ്ങളും കേട്ടപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരു വീട്, സ്വപ്നതുല്യമായ ഒരു വീട് വെച്ചിട്ട് അത് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി ആളെ ഏൽപ്പിച്ചിട്ട് കണ്ടപാടെ കേട്ടപാടെ ഇറങ്ങി പോകുന്ന ഒരു രീതി ശരിയാണോ എന്ന് ഞാനും ചിന്തിച്ചു, നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും. അതിനവർ വളരെ വ്യക്തമായിട്ടൊരു മറുപടി എനിക്ക് തന്നിട്ടുണ്ട്. അതുകൂടി ഞാൻ പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയം മാറി കിട്ടും, എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നുള്ളത്. മനുഷ്യൻ്റെ സാഹചര്യമാണ്. ചിലപ്പോൾ നോക്കി നടത്താൻ ആൾക്കാർ വേറെ ഉണ്ടാവില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരമൊരു സിറ്റുവേഷനിൽ അവർ പെട്ടുപോയത് കൊണ്ടാണ് അവർക്കങ്ങനെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റാതെ പോയത്. അതോടൊപ്പം തന്നെ അവിടെ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, ഇപ്പോൾ പെയിൻറ്റിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവരെല്ലാവരും വളരെ ഉത്തരവാദിത്തോട് ചെയ്തതുകൊണ്ട് അവരെ ഒന്ന് നോക്കിക്കോണേ എന്ന് ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം, ബാക്കി കൂടെ കേട്ടിട്ട്. വൈകിട്ട് അവർ വർക്ക് തീർന്നപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വർക്ക് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുക പോലും ചെയ്യാതെ അവർ ചോദിച്ച 12,000 രൂപയും അവർക്ക് GPay ചെയ്ത് കൊടുത്തു. പിന്നീട് വന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ ഹൃദയം പൊട്ടുന്ന കാഴ്ച കണ്ടത്. കാരണം ഒരുപാട് ഏരിയയിൽ നമ്മളെ വീട്ടിൽ ഗ്ലാസ് ഡോറുകളും ഫിക്സഡ് ഗ്ലാസ്സുകളും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് സ്ക്രാച്ച് ആക്കി വെച്ചിരിക്കുന്നു. അതുപോലെ നമ്മൾ ഒരു ദിവസം പോലും യൂസ് ചെയ്തിട്ടില്ലാത്ത കിച്ചൺ സിങ്ക്, ആ പാത്രം കഴുകുന്ന ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് തേച്ച് കംപ്ലീറ്റ് സ്ക്രാച്ച് ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കാനേ അവരെ കമ്പനിയിൽ വിളിച്ചപ്പോൾ അവർക്ക് കേൾക്കാൻ പോലും സമയമില്ല. അവരൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെയാണ് പെരുമാറുന്നത്. ഈ കാണുന്ന ഗ്ലാസ് എന്ന് പറയുന്നത് സ്ക്രാച്ച് ആയതാണ്. ആ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചിട്ട് സ്ക്രാച്ച് ആയതാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ആലോചിക്കുക. അവിടെ ഒന്ന് കയറി താമസിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ താമസിക്കുന്നതിന് മുൻപ് തന്നെ ആ വീടിൻ്റെ വൃത്തികേടാക്കിയ ഒരു അവസ്ഥ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മനസ്സിൻ്റെ വിഷമം ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവരെ അറിയിച്ചതിന് ശേഷവും ആദ്യം അവരുടെ ഒരു സ്റ്റാഫ് ഒന്ന് നോക്കിയിട്ട് പോയിട്ട് ഓണറോട് പറയാമെന്ന് പറഞ്ഞു. ഓണറെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഓണർ സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു.
പിന്നെ കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ടും യാതൊരു അപ്ഡേഷനും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് സർവീസാണ് അവർ കൊടുക്കുന്നത്? ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, പുതിയതായിട്ട് തുടങ്ങി വരുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു കമ്പനി ഉറപ്പായിട്ടും നല്ല സർവീസ് കൊടുത്താൽ മാത്രമേ ഇവർക്ക് കൂടുതൽ ക്ലയൻസിനെ കിട്ടുള്ളൂ. പക്ഷേ ഇവർ എന്ത് ഉത്തരവാദിത്വമാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്? ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ച പറ്റി, അവരുടെ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ബാധ്യത അവർക്കില്ലേ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു ബാധ്യതയില്ലേ? ബാക്കി കേൾക്കാം. ഒരു പ്രൊഫഷണൽ കമ്പനി അല്ലേ എന്ന് കരുതിയാണ് നമ്മൾ ഈ വർക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനൊരു റെസ്പോൺസ് അല്ല നമ്മൾ അവരുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പാല് കാച്ച് കഴിഞ്ഞ് ഒരു 2 മാസം ആവാറായി. ഇതുവരെ അവർ വരാത്തതിനെ തുടർന്ന് നമ്മളൊരു ദിവസം അവരുടെ ഓഫീസിലോട്ട് നേരിട്ട് ചെന്ന് അവരെ കണ്ട് സംസാരിച്ചിട്ട് പോലും, ഇവിടെ വന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അവർ ഇതൊന്ന് വന്ന് നോക്കാനോ ഈ സ്ഥാപനം ഓറോ ഫ്രഷിൻ്റെ സ്ഥാപനം വരുന്നത് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ്. അപ്പം ഈ പേര് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്ത ആ ഒരു കോൺടാക്ട് നമ്പറിലേക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അവർ ഫോൺ എടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ അവരുടെ അഡ്രസ്സ് നോക്കിയപ്പോൾ അതും വെള്ളയമ്പലം തന്നെയാണ്. അപ്പോൾ രണ്ടും ഒരു ടീം തന്നെയാണെന്ന് മനസ്സിലായി. കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാനോ അവർ കൂട്ടാക്കുന്നില്ല. അവരൊന്ന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല പോലും ഇല്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമം. ഒരു കമ്പനിയെയും നമ്മൾ തരം താഴ്ത്തി കാണുകയോ അവരുടെ ഒരു ബിസിനസ്സിനെ ബാധിക്കുന്ന തരത്തിലൊന്നും പറയണ്ട, ഒന്നും ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണ് അവരോട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചത്, വിളിച്ച് സംസാരിച്ചതും നേരിട്ട് ഓഫീസിൽ ചെന്ന് സംസാരിച്ചതും. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു റെസ്പോൺസും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 12,000 രൂപ കൊടുത്ത് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ട് വീട് ക്ലീൻ ആയിട്ടില്ല എന്നത് മാത്രമല്ല, നമ്മൾ സ്വപ്നം പോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ ഉണ്ടാക്കി വെച്ച ആ വീട് നമ്മൾ പാലുകാച്ചിൻ്റെ 2 ദിവസം മുമ്പ് അത് എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു അവർ ചെയ്ത പ്രവൃത്തികൾ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കിച്ചൺ സിങ്കാണിത്. കിച്ചൺ സിങ്ക് നോക്കിയേ, അതിൽ ഒരച്ചേൻ്റെ മാർക്ക് കിടക്കുന്നത് ഉപയോഗിച്ചിട്ട് പോലുമില്ല. ഉപയോഗിക്കാത്ത കിച്ചൺ സിങ്കിനെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചിട്ട് ആകെ പാട് വരുത്തിയിരിക്കുകയാണ്. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ചിരിക്കണം അല്ലേ? ശരിക്കും കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം ഉണ്ടാവും. അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട്ടിൽ വീണ്ടും ഞാൻ ആ വാക്ക് പറയുകയാണ്, ഒരിക്കൽ പോലും താമസിക്കാതെ ഇങ്ങനെ കാണേണ്ടി വരുന്നൊരവസ്ഥ. മാത്രമല്ല ഇനി ആരും അറിഞ്ഞുകൊണ്ട് ഇവർക്ക് വർക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ വേറെ ആർക്കായാലും ഡീപ് ക്ലീൻ സർവീസിനൊക്കെ നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വീടിന് ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ തന്നെ കൂടെ നിന്നൊന്ന് കയറിയ നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആ തെറ്റ് അവർ അംഗീകരിക്കുന്നുണ്ട്. അതായത് അവരുടെ ഭാഗത്ത് വന്നൊരു പാളിച്ചയാണ്, ആ സമയത്ത് കൂടെ നിൽക്കാൻ പറ്റിയില്ല. അതിലുപരി അറ്റ്ലീസ്റ്റ് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ആ വീട് സർവീസ് ചെയ്ത് കഴിഞ്ഞ് അവർ ആ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കണ്ടതിന് ശേഷം കാശ് കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഈ 2 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിന്നിട്ട് ഈ പണി ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങൾ സ്വപ്നം തുല്യമായിട്ട് വെച്ചൊരു വീടാണ്, അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ അത് ക്ലീൻ ആയോ അല്ലെങ്കിൽ ക്ലീൻ ആക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ലേ? അതുകൊണ്ട് തന്നെ അവിടെ ഒരാൾ നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. എൻ്റെ ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു, എൻ്റെ ഒന്നാമത്തെ സംശയം അതായിരുന്നു. രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത്, ഇവർ ഈ കാശ് കൊടുത്തത് വർക്ക് കണ്ടിട്ട് അവർ ചെയ്തതെല്ലാം ഭംഗിയായിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടിട്ട് കൊടുത്താൽ പോരായിരുന്നോ? ഈ 2 സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഈ 2 സംശയങ്ങൾ ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഈ പറയുന്ന കാര്യം വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തു. അവരുടെ ഭാഗത്ത് വന്നൊരു പാളിച്ചയാണത്. ആ സാഹചര്യം എന്താണെന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് അവർ രണ്ടുപേരും മാത്രം, ഹസ്ബൻഡും വൈഫും മാത്രമാണ് ഈ വീടിൻ്റെ പുറകെ ഇരുന്ന് ഓടാനുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഹൗസ് വാമിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അതിൻ്റെ പുറകെ. അപ്പോൾ ഈ 2 പേര് മാത്രമാണ് അതിനൊക്കെ ഇറങ്ങി ചെയ്യാനുള്ളത്. അങ്ങനെ വന്നതിൻ്റെ പേരിൽ ഉണ്ടായ ഒരു പാളിച്ചയായിട്ടാണ് അവർ സ്വയം അത് മനസ്സിലാക്കുന്നത്. അവരത് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്താണ് സംഭവിച്ചത്? അതാണ് അത് ശരിക്കും പറഞ്ഞാൽ അത് മിസ്റ്റേക്ക് തന്നെയാണ്. അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ദിവസം ഈ വീട് പണി നോക്കാനായാലും ഞാൻ ഷിനേണ്ട അല്ലാതെ വേറെ ആരുമില്ല. എൻ്റെ പേരൻസ് അങ്ങ് മലപ്പുറത്താണ്. ഷിനേണ്ട അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ വീട്ടിൽ മോളെ ആക്കിയിട്ട് അമ്മേൻ്റെ അടുത്താക്കിയിട്ടായിരിക്കും നമ്മൾ ഈ വീട് പണിയുടെ കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങുന്നത്. അപ്പോൾ വേറെ ആരുമില്ല. അപ്പോൾ ഈ ലാസ്റ്റ് ദിവസം ആയപ്പോഴാണ് നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാനും പിന്നെ വീട്ടിലുള്ള കുറച്ച് സെറ്റ് അന്നാണ് പർച്ചേസ് ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഒട്ടും പിന്നെ നമ്മുടെ പെയിൻറ്റേഴ്സ് ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ജസ്റ്റ് നോക്കി, കാരണം അവരൊക്കെ നല്ല പണിക്കാരാണ്. ഇത്രയും കാലം അവരെല്ലാവരും പണി ചെയ്തിട്ട് പോലും ഇതിനൊന്നും ഒരു കേടും പറ്റാതെ അവരെല്ലാവരും നോക്കി കണ്ട് നടത്തി ചെയ്തതാണ്. അപ്പോൾ എല്ലാ പണിക്കാരും കൂടി ഞങ്ങൾ എപ്പോഴും നിന്ന് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു. അന്ന് ഇപ്പോൾ ഡ്രസ്സ് എടുക്കലായാലും എടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഫർണിച്ചറൊക്കെ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് അന്ന് തന്നെ പോയത്. പിന്നെ വന്ന് നോക്കിയിട്ട് വെച്ചാൽ ഷിനേണ്ട ഒരു ഇതെന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ പെൻഡിങ് പൈസ അങ്ങനെയൊന്നും ചെയ്യില്ല, കൂടുതൽ കൊടുക്കെങ്കിലേ ഉള്ളൂ. അപ്പോൾ പണി നല്ലതാണെങ്കിൽ അവർ ചോദിച്ചതിനെക്കാട്ടി നല്ലത് കൂടുതൽ കൊടുക്കേ ഉള്ളൂ. അപ്പോൾ ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് പറഞ്ഞിട്ടാണ് അവർ ചോദിച്ചത്. നമ്മൾ അവിടെ എത്തിയിരുന്നത്. ആ പേയ്മെന്റ് റിസിപ്റ്റ് നോക്കിയാൽ 8:30 ഞാൻ പൈസ അയക്കണം. അവർ 7 മണിക്ക് അങ്ങനെ പോയത്. അപ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞ് നമ്മൾ പുറത്തോടെ വീട്ടിൽ എത്തിയിട്ടില്ല, അവിടെ വെച്ചാണ് അയക്കുന്നത്. അപ്പോൾ അവർ ചെയ്ത മണിക്ക് പണി കഴിഞ്ഞത് 7 മണിക്കാണ്. 8:30 തന്നെ കാശിട്ട് കൊടുത്തു. ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ പെൻഡിങ് കാശ് വെക്കാറില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പണിക്കാർക്ക് കാശ് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു കമ്പനിയാണ്, വളർന്നു വരുന്നൊരു കമ്പനിയാണ് എന്നൊക്കെ വിചാരിച്ചാണ് ഈ വർക്ക് കൊടുത്തത് തന്നെ. അപ്പോൾ അവരുടെ സ്റ്റാഫിനൊക്കെ സാലറി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പണിക്കാശ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 7 മണിക്ക് വിളിച്ച് പണി കഴിഞ്ഞെന്ന് പറഞ്ഞു. 8:30 ആയപ്പോൾ തന്നെ കാശ് കൊടുത്തു. അതിനുശേഷമാണ് ഇവർ വീട്ടിൽ വരുന്നതും വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ കാണുന്നതും. ശരിക്കും സ്തംഭിച്ചു പോയിട്ടുണ്ടാവും. കാരണം കണ്ട കാഴ്ച അങ്ങനെയാണല്ലോ. ബാക്കി നോക്കാം.
അവർ ചോദിച്ചത് നമ്മൾ അവിടെ എത്തിയില്ല. ആ പേയ്മെന്റ് റെസിപ്റ്റ് നോക്കിയാൽ 8:30 പൈസ അയക്കണം. അവർ 7 മണിക്ക് അങ്ങനെ പോയത്. അപ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞ് നമ്മൾ പുറത്തോടെ വീട്ടിൽ എത്തിയിട്ടില്ല, അവിടെ വെച്ചാണ് അയക്കുന്നത്. അപ്പോൾ അവർ ചെയ്ത മണിക്ക് അവർക്ക് പൈസ സ്റ്റാഫിനൊക്കെ പൈസ കൊടുക്കാൻ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ഷോർട്സ് കണ്ടിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിലെ ഷോർട്സ് കണ്ടിട്ടോ ഒന്നും നമ്മൾ ഒരു കമ്പനിക്കും ഓർഡർ കൊടുക്കരുത് എന്നാണ് ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇത് എനിക്കൊരു പേഴ്സണൽ അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു കസേര ഓർഡർ ചെയ്തിട്ട്, ഒരു ഓഫീസ് ചെയർ ഓർഡർ ചെയ്തിട്ട് ചെയറിൻ്റെ വില ഞാൻ കണ്ടത് 1600 രൂപയാണ്. റീഫർബിഷ്ഡ് ചെയർ ആയിരിക്കാം അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് പാർട്ട് പേയ്മെൻറ്റ് ചെയ്യണം, എന്നിട്ട് GST ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ GST ചെയ്യണമെന്ന് പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ പാർട്ട് പേയ്മെൻറ്റ് കൊടുത്തു. 800 രൂപ പാർട്ട് പേയ്മെൻറ്റ് അടച്ചു. പാർട്ട് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞപ്പം അയ്യോ സാർ ഇത് മാത്രം പോരാ, GST കൂടെ വേണം, അത് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 518 രൂപ, 518, 528 അങ്ങനെ ഒരു എമൗണ്ടും കൂടെ അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ 1300 സംതിങ് എമൗണ്ട് ഞാൻ കൊടുത്തു. അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കിടപ്പുണ്ട്. പക്ഷേ ഈ പൈസ കൊടുത്തതിന് ശേഷം അവർ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതല്ലാതെ ഇതുവരെ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിനകത്ത് സാധനം ഇവിടെ എത്തുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഏകദേശം 1.5 ആഴ്ചയായി, ഇതുവരെയും എനിക്ക് ആ സാധനം കിട്ടിയിട്ടില്ല. അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ മെസ്സഞ്ചറിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. അതും കൂടി ആയപ്പോഴേക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു കാരണവശാലും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്ന ഇത്തരം പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒന്നിലും എടുത്ത് ചാടരുത് എന്ന് ഒരു പാഠം ഞാൻ പഠിച്ചു. സാധാരണ ഇപ്പോൾ ആമസോൺ വഴിയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ ഓർഡർ ചെയ്താൽ പോലും ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇവർ പറഞ്ഞപ്പം ഒരു ഒറ്റ ചെയറേ ഉള്ളൂ എന്നും പറഞ്ഞപ്പോൾ, ആ മോഡലിൽ ഒരു ചെയറേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ വെറുതെ അത് മിസ്സാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. പക്ഷേ പൈസ 1300 രൂപ ആ വഴിക്ക് അങ്ങ് പോയി കിട്ടി. അപ്പോൾ ഇനി ആർക്കും അത്തരം അനുഭവം ഉണ്ടാകാൻ പാടില്ല. AK ഫർണിച്ചർ എന്നാണ് അതിൻ്റെ പേര്, ആ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ അതിനൊരു വീഡിയോ ഇടുന്നുണ്ട്, പോസ്റ്റ് ഇട്ടു. പക്ഷേ ഒരു വീഡിയോ ഞാനവിടെ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ഞാനത് ചെയ്യുന്നില്ല, കാരണം ഇൻസ്റ്റാഗ്രാമിലാണ് അത് കൂടുതലും അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ ആ വീഡിയോ ഇടുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവർ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി അല്ലേ, അധികം ഫോളോവേഴ്സൊന്നും ഇല്ല, പക്ഷേ നല്ല നല്ല റീലുകൾ അവർ ഇടുന്നു, നല്ല നല്ല സർവീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഈ ഒരു ടീമിന് വർക്ക് കൊടുത്തത്. കാരണം വളർന്നു വരുന്ന കമ്പനിയല്ലേ, അവരല്ലേ വളർന്നു വരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും ഇവരുടെ ഒരു സജഷൻ, ഈ വൈഫിൻ്റെ ഒരു സജഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ RJ അഞ്ജലിയുടെ ഹസ്ബൻഡ് ഈ ഡീപ് ക്ലീനിങ് സർവീസിൻ്റെ ഒരു വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സർവീസിനെ കുറിച്ചും എനിക്ക് മോശമായിട്ട് ഒരു അഭിപ്രായമില്ല, കാരണം അത് ഉപയോഗിച്ചവരെല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവരെ ഏൽപ്പിച്ചാൽ മതി എന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഹസ്ബൻഡ് പറയുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, അല്ല അവരെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് അല്ലേ, പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ കയറി വരുന്നൊരു കമ്പനിയാണ്, അപ്പോൾ അവരെയൊക്കെയല്ലേ നമ്മളൊക്കെ അല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു കാര്യമാണ്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് പണി കിട്ടി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ ബാക്കി ഇവിടെ നിന്ന് കേട്ട് നോക്കാം. ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേ ചെയ്താണല്ലോ. അത് പിന്നെ ഒന്നാമത് റീൽസ് കിട്ടുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് നമ്മളിപ്പോൾ അവരങ്ങനെ ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് 100 ഫോളോവേഴ്സ് അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പം അന്ന് ഞാൻ ചോദിച്ചു ഇവർക്ക് കൊടുക്കണം, അവർക്ക് അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ വളർന്നു വരുന്ന കമ്പനികൾ അതുപോലെ പുതിയ ന്യൂജൻ ആൾക്കാർ ഇങ്ങനെയൊക്കെ തുടങ്ങുമ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം, അല്ലാതെ കുറേ ഫോളോവേഴ്സ് ഉള്ളവർ മാത്രമല്ല കൊടുക്കേണ്ടത്. ചിലപ്പോൾ നല്ലതായിരിക്കാം, അപ്പോൾ കൊടുത്ത് നോക്കിയാലേ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് മറ്റേ RJ അഞ്ജലിയുടെ ഹസ്ബൻഡിനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ കുറേ സെലിബ്രിറ്റീസ് കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ അവരൊന്നും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, എന്തായാലും അവർക്ക് നെഗറ്റീവ് നേരത്തിൽ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ വിളിക്കാനാണ് പറഞ്ഞത്. എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഇങ്ങനെ വിക്ക് കൊടുത്തത്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ RJ അഞ്ജലി ഇപ്പം ഓൾറെഡി എയറിലാണെന്ന് നമുക്കറിയാം. പക്ഷേ അഞ്ജലിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അഞ്ജലിയുടെ ഹസ്ബൻഡിൻ്റെ ആ സർവീസ് എന്ന് പറയുന്നത്, ആ ഡീപ് ക്ലീനിങ് സർവീസ് എന്ന് പറയുന്നത് വളരെ നല്ല സർവീസ് തന്നെയാണ്. എനിക്ക് അറിയുന്ന 1-2 പേര് അത് യൂസ് ചെയ്തിട്ട് നല്ല സർവീസാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെയാണ് വളർന്നു വരുന്ന ആൾക്കാരെല്ലാം പറഞ്ഞ് കൊടുത്തതാണ്. പക്ഷേ അവർക്ക് കിട്ടിയ പണി ഇങ്ങനെയായിരുന്നു. 12,000 രൂപ ഇവർ കൊടുത്ത ടൈം ജസീമുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഫണ്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് അവരുടെ ഓണറുടെ പേരെന്ന് തോന്നുന്നു. അവരുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഫണ്ട് കൊടുത്തേക്കുന്നത്. 12,000 രൂപ 21 ഏപ്രിൽ, ഇപ്പോൾ മെയ്, ജൂൺ, ഇപ്പോൾ ജൂൺ മാസമായിട്ടുണ്ടല്ലോ. അപ്പോൾ 2 മാസമായി ഈ സർവീസ് ഇവർ എടുത്തിട്ട്. പക്ഷേ ഇതുവരെയും അതിൻ്റെ ഒരു ആഫ്റ്റർ സർവീസ് അല്ലെങ്കിൽ ഈ കേടുപാട് മാറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനൊന്നും അവർ തയ്യാറായിട്ടില്ല എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ വിഷമം. ഇനി ആരും ഈ ഓറ ഫ്രഷിൻ്റെ സർവീസ് യൂസ് ചെയ്യരുത് എന്നാണ് ഇവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നത്. ഈ വീഡിയോ ഓറ ഫ്രഷർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഉറപ്പായിട്ടും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. സോ നിങ്ങൾക്ക് എന്താണെങ്കിലും കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ നിങ്ങളുടെ അവിടെ ഉണ്ട്. ഞാൻ ഇന്നും നിങ്ങൾക്ക് അവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിളിക്കാൻ ട്രൈ ചെയ്തു, പക്ഷേ കണക്റ്റ് ആയില്ല, കിട്ടിയില്ല. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇതേ വിഷയം പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഓറ ഫ്രഷിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡീപ് ക്ലീനിങ് സർവീസ് സെൻറ്ററിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒപ്പം എന്തെങ്കിലും നിയമപരമായിട്ട് ഇത് മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിയമപരമായിട്ട് അറിവുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഞാനത് അവർക്ക് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.